പോകുന്നത് മേഘമലയിലേക്കാണ് എന്ന് എല്ലാവർക്കും അറിയാം. തമിഴ്നാട്ടിലെ റോഡിനെ പറ്റി അതുവഴി പോയവർക്ക് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യകതയില്ല. കിടിലൻ റോഡ് എന്ന് പറഞ്ഞാലും പോരാ, കിടിലൻ റോഡ്, സ്ട്രൈറ്റ് റോഡാണ്. ഞാൻ തന്നെ പോകുന്നുണ്ടല്ലോ 135 140 ഞാൻ വണ്ടി ഓട്ടിച്ചുകൊണ്ട് പോകുന്നത്. ഫ്രണ്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആകാശം, മല, ചെറിയ 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 കോടകൾ, വയൽ, അങ്ങനെ തിരക്ക് കുറഞ്ഞ റോഡിൽ നിന്ന് നമ്മൾ വളരെ വേഗം എന്ന് വെച്ചാൽ കുറേ ദൂരം വന്ന് വീഡിയോ കട്ട് ചെയ്തതന്നേ ഉള്ളൂ. നമ്മൾ തിരക്കുള്ള ഒരു ചെറിയൊരു എന്താ പറയുക, സിറ്റി എന്ന് പറയണോ എന്ത് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. വലിയ ബിൽഡിങ്ങും ഉണ്ട്, ലോക്കൽ ആൾക്കാരുമാണ്. ഫ്രണ്ടിൽ തന്നെ കണ്ടില്ലേ, ഒരു വണ്ടിക്കകത്ത് 3 പിള്ളേർ എന്നെ നോക്കിക്കൊണ്ട് പോകുന്നത്. അതേപോലുള്ള കുറേ പിള്ളേർ അവരുടെ ഇടയ്ക്ക് നിന്ന് തിക്കിലും തിരക്കിലും പെട്ട് വീണ്ടും നമ്മൾ സമാധാനപരമായിട്ടുള്ള ഒരു റോഡിലോട്ടാണ് നമ്മൾ വീണ്ടും വന്ന് കയറിയത്. ഞാൻ വീഡിയോ കൂടുതൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, കാരണം ഒരുപാടുണ്ട്. ഇപ്പം കണ്ടില്ലേ, നമ്മൾ കാറ്റാടി പാടത്തിനകത്തോടുള്ള ഒരു റോഡിൽ കൂടെ പോകുന്നത്. ഇത്രയും നേരം വണ്ടി ഓടിച്ചുകൊണ്ട് വന്നതിൽ എനിക്ക് ഏറ്റവും സമാധാനം ഫീൽ ചെയ്തത് ഈ റോഡ് ആണ് എന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ള റൂട്ട് കാണുന്നത് വരെ എനിക്ക് ഈ റോഡായിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞിട്ടുള്ള റൂട്ട് ഒരു ഒന്നൊന്നര റൂട്ടായിരുന്നു. തൽക്കാലം നമ്മൾ അത് ഞാൻ വരും വഴിയെ പറയാം. ഇപ്പം നിങ്ങൾ ഈ റോഡ് കാണാം, ഫ്രണ്ടിൽ മല, 2 സൈഡിലും പാടം, ആകാശം, സ്ട്രൈറ്റ് റോഡ്, കിടിലം. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മേഘമലയുടെ താഴ്വാരത്തുള്ള ചെക്ക് പോസ്റ്റിലെത്തി. ഇവിടെ നമ്മൾ വണ്ടി നമ്പർ, പേര്, അഡ്രസ്സ് കാര്യങ്ങളെല്ലാം കൊടുക്കണം. പക്ഷെ ഇവിടെ ഇരിക്കുന്ന പോലീസുകാരൻ ആളത്ര ശരിയല്ല. ഇയാൾ എൻ്റെ അടുത്ത് പറയുക, വല്ല പെണ്ണുങ്ങളെയൊക്കെ കൂടെ കൊണ്ടുവന്നുകൂടായോ, മേളിൽ ആരും ഇല്ലല്ലോ, പരിപാടിയൊക്കെ നടത്തിക്കൂടായോ പോകുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് പച്ചയ്ക്ക് ചോദിച്ചൊരു ക്നാപ്പൻ പോലീസുകാരനാണ് അവിടെ ഉള്ളത്. പിന്നെ എനിക്ക് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ടും എനിക്ക് തമിഴ് അത്ര വശമില്ലാത്തത് കൊണ്ടും ഞാൻ പിന്നെ ക്യാമറ ആ സമയത്ത് അല്ലായിരുന്നു. കാരണം ക്യാമറ ഓഫ് ആക്കാൻ പുള്ളിക്കാരനൊക്കെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ഫണ്ണി ആയിട്ടങ്ങ് എടുത്തത് കൊണ്ടും അതവിടെ കഴിഞ്ഞു. എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ഇതേപോലുള്ള ചിലപ്പോൾ നമ്മുടെ കൂടെ വൈഫും ആയിരിക്കും, ചിലപ്പോൾ സിസ്റ്റർ ആയിരിക്കും, ചിലപ്പോൾ അവർ ആ മോശം രീതിയിലായിരിക്കും കാണുന്നത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ പോകുന്ന പോലീസുകാരനല്ല, അയാൾ കോൺസ്റ്റബിൾ ആണ്. ഇയാൾക്ക് മേളിൽ വേറൊരു പോലീസുകാരനുണ്ട്, അയാളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ വരുന്ന വണ്ടിയെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് മുകളിലോട്ട് കയറ്റിയത്. കാരണം നമുക്ക് കള്ളോ കഞ്ചാവോ ഒന്നും മുകളിലോട്ട് കയറ്റിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല, പ്ലാസ്റ്റിക് ഒന്നും അലൗഡ് അല്ല. പിന്നെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ അലൗഡ് അല്ല, ഫുഡ് അലൗഡ് അല്ല, എല്ലാം താഴെ നിന്ന് വാങ്ങിക്കൊണ്ടാണ്. ഫുഡ് അലൗഡ് ആണ്, അതിനവിടെ ഫുഡ് അലൗഡ് അല്ല, നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കുന്നത്. ഫുഡ് മേളിൽ അലൗഡ് അല്ല, നമ്മൾ താഴെ നിന്ന് മേടിച്ചുകൊണ്ട് പോകേണ്ടി വരും. കുറച്ച് മെനക്കേടാണ്. മേഘമല എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. ഒരുപാട് സഞ്ചാരികളൊന്നും വരാത്ത വളരെ മനോഹരമായി, മൂന്നാറിനേക്കാൾ ഞാൻ പോയിട്ടില്ല. മൂന്നാറിൽ ഞാൻ പോയിട്ടുണ്ട്, മേഘമലയിൽ ഞാൻ പോയതാണ്. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, മൂന്നാറിനേക്കാൾ അതിമനോഹരമായ ഒരു ഗ്രാമമാണ് മേഘമല എന്ന് പറയുന്നത്. ഒരുപാട് ടൂറിസ്റ്റുകളൊന്നും വരാത്ത വളരെ ശാന്തമായ സമാധാനമായ കുറേ മനുഷ്യരും മൃഗങ്ങളെന്ന് പറഞ്ഞാൽ ചെറിയ മൃഗങ്ങളൊന്നും അല്ല, വന്യമൃഗങ്ങളും ഒരുമിച്ച് ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ കഴിയുന്ന നല്ല അടിപൊളി ഗ്രാമപ്രദേശം. നമ്മളിപ്പോൾ പോകുന്ന കാട്ടിക്കൂടാണ്. ആനപ്പിണ്ടം കിടക്കുന്ന കടത്ത കണ്ട് ഈ റോഡിലൊക്കെ ആനയാണ്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഈ റൂട്ടിൽ കൂടെ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു സമയപരിധി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ചെക്ക് പോസ്റ്റിൽ നിന്ന് കയറ്റി വിടത്തില്ല. കാരണം ഈ റോഡിൽ മൊത്തം ആനയായിരിക്കും. കാരണം എനിക്ക് പട്ടാപ്പകൽ പോയപ്പോൾ പോലും കണ്ടില്ലേ, വെള്ളം ഒഴുകി വരുന്ന ആനപ്പിണ്ടം വീണിട്ട് അതിനകത്ത് നിന്ന് വെള്ളം ഒഴുകി പോകില്ലേ, ആ ഒരു ഒഴുകുന്ന ആ ഒരു വെള്ളത്തിൻ്റെ നനവ് പോലും മാറാത്ത ആനപ്പിണ്ടമാണ് ഈ ഒരു നട്ടുച്ചയ്ക്ക് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നട്ടുച്ചയ്ക്ക് എനിക്ക് ഇത്രയും കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നട്ട പാരാത്രിക്ക് എന്തോരം ആനകളായിരിക്കും ഈ റൂട്ടിൽ. നമ്മൾ വിചാരിക്കും ആനയൊക്കെ ഇതേ കൂടെ ഇറങ്ങി വരുമെന്ന്. അത് എനിക്കും അറിയാൻ വയ്യ കേട്ടോ. കാരണം ഹെയർ പിന്നുള്ള റോഡാണ്, മുകളിലോട്ട് ഒരു സൈഡിലും മേളിലും താഴെ റോഡാണ്, ഹെയർ പിന്നല്ലേ. പക്ഷെ ആന ഇവിടെയൊക്കെ വന്ന് നിൽക്കും. ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ആനയൊക്കെ, ഒരുപാട് ആനകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, മുകളിലോട്ട് കയറും തോറും നമുക്ക് തണുപ്പ് കൂടി വരും. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചു, ഞാൻ ഈ റൂട്ടിൽ ഇത്രയും വന്നിട്ട് പോലും എനിക്ക് വലിയ വണ്ടികളൊന്നുമില്ല. കാരണം നമുക്ക് ഫ്രീ ആയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് സഞ്ചാരികളൊന്നും വരാത്ത ഒരു സ്ഥലം തന്നെയാണ്. അതിമനോഹരമായൊരു സ്ഥലമാണ് മേഘമല എന്ന് പറയുന്നത്. ഒരുപാട് തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല, വളരെ ശാന്തസുന്ദരമായിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ഈ ഒരു മേഘമല എന്ന് പറയുന്നത്. അവിടെ നിന്ന് പല സ്ഥലത്തും പല ഹെയർ പിൻ ബെൻഡുകളിലും നിന്ന് കഴിഞ്ഞാൽ ഇതേപോലുള്ള അതിഭയങ്കരമായ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ വണ്ടി നിർത്തി ഒരുപാട് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് എല്ലാം ഒന്ന് അപ്ലോഡ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. കാരണം ഇപ്പം തന്നെ 22 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് തന്നെ 2 മണിക്കൂറിൻ്റെ വീഡിയോ ആണ് ഞാൻ 22 മിനിറ്റായിട്ട് വെട്ടിക്കുറച്ചത്. കാരണം അതിമനോഹരമായ കാഴ്ചകൾ ഒരുപാടുണ്ട്. ഈ റോഡ് കണ്ടില്ലേ, വളരെ മനോഹരമായ റോഡാണ്. നമുക്ക് മാത്രമല്ല, പാറകൾ വീണ് കിടക്കുന്നത് നിങ്ങളായി ശ്രദ്ധിച്ചോ റോഡിലൊക്കെ.
ഇവിടെ പാറയിടിച്ചിലുണ്ട്, അത് ശ്രദ്ധിക്കണം. കാരണം മുകളിൽ നിന്ന് പാറ ഇടിഞ്ഞ് റോഡിലോട്ട് വീഴാറുണ്ട്. അങ്ങനെ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഒരുപാടുണ്ട്. കാരണം ചെറിയ പാറയും കല്ലും ഒന്നും അല്ല, ചെറിയ കല്ലുകളൊന്നുമല്ല, വലിയ പാറകളാണ് മുകളിലോട്ട് വീഴുന്നത്. കുറേ നേരത്തിന് ശേഷമാണ് അവിടെ ഒരു കുറച്ച് ആൾക്കാർ ഇന്ന് ഫോട്ടോ എടുക്കുന്നത് ഞാൻ കാണുന്നത്. അവരെ മാത്രമേ ഞാൻ ഇതുവരെ ട്രാവലേഴ്സായിട്ട് കണ്ടുള്ളൂ. പിന്നെ ഇടയ്ക്ക് കുറച്ചുപേരെ കാണുന്നുണ്ട്. പക്ഷേ ഈ റോഡിൽ ബഹുഭൂരിപക്ഷവും നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ്, നമ്മൾ മാത്രമേ കാണത്തുള്ളൂ, വേറെ ആരും കാണത്തില്ല. എവിടെയെങ്കിലും മറിഞ്ഞിടിച്ച് വീണാൽ പോലും, ഏതെങ്കിലും ആന ചവിട്ടി ഏതെങ്കിലും മൂല കിട്ടാൽ പോലും നമ്മളെ രക്ഷിക്കണമെങ്കിൽ നമ്മൾ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരും, ആരെങ്കിലും എത്തിയിരുന്നെങ്കിൽ എന്ന് പ്രതീക്ഷിച്ച്. അതേപോലെ തന്നെ അപകടകരവും അതിമനോഹരവുമായ ഒരു പാതയാണ് ഈ മേഘമലയിലേക്കുള്ള ഈ ഒരു വഴി എന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിക്കും മേഘമലയിൽ എന്തുണ്ടായിട്ടാണ് ഇത്ര കഷ്ടപ്പെട്ട് മേഘമലയിലേക്ക് പോകുന്നത് എന്ന്. പക്ഷേ മേഘമലയിലൊന്നും ഉണ്ടായിട്ടല്ല, മേഘമലയിലേക്കുള്ള ഈ ഒരു വഴിയിൽ ഇത്രയും കാഴ്ചകളും ഈ ഒരു അനുഭവങ്ങളും ഉണ്ടായതുകൊണ്ടാണ് മേഘമലയിലേക്ക് പോകുന്നത്. എനിക്ക് ക്യാമറ ഓഫ് ചെയ്യാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എവിടെ നിർത്തിയാലും എങ്ങോട്ട് നോക്കിയാലും കാഴ്ചകളാണ്. മൂന്നാറിനേക്കാളും ഒരു പടി മുകളിലാണ് മേഘമലയ്ക്കുള്ള സ്ഥാനം. പക്ഷെ ആരും അത് തിരിച്ചറിയുന്നില്ല. കാരണം ഇവിടെ നിന്ന് ടൂറിസ്റ്റുകൾക്ക് ഉള്ള സ്റ്റേ ഇല്ല, ഹോട്ടൽസ് ഇല്ല, ഷോപ്സ് ഇല്ല, ഒന്നുമില്ല. യാതൊരു ഡെവലപ്മെന്റ്സും ഇല്ലാത്ത വെറും ഗ്രാമപ്രദേശം മാത്രമാണ്. പക്ഷേ ഇവിടെ കുറച്ച് ഡെവലപ്മെന്റ്സും വന്നു കഴിഞ്ഞാൽ മൂന്നാറിനെ കടത്തി വെട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ടൂറിസം വരുന്നത് കൊണ്ട് വലിയ താല്പര്യമൊന്നുമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്വൈര്യ വികാരം നടത്തണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് യാതൊരു വിധത്തിലുള്ള സന്തോഷമില്ല. താങ്കളുടെ സ്ഥലം 10 പേര് അറിയുന്നു എന്നുള്ളത് കൊണ്ട് അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് വലിയ സന്തോഷം കാര്യങ്ങളും ഒന്നുമില്ല അവർക്ക്. കാരണം അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം എന്നാൽ ഇത്രയും ശാന്ത സമാധാനമായിട്ട് ഈ ഒരു റൂട്ടിൽ കൂടെ വണ്ടി ഓടിച്ച് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. മൂന്നാറിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം, അവിടുത്തെ ജീപ്പ് സർവീസ് നടത്തുന്നവന്മാർ എന്ത് സ്പീഡിൽ എന്ത് റാഷായിട്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് എന്ന്. കാരണം ഞാൻ പോയതാണ് മൂന്നാർ പലവട്ടം. അപ്പോഴൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ജീപ്പ് യാത്രക്കാരുടെ ഈ ജീപ്പ് ഡ്രൈവർമാരുടെ റാഷ് ഡ്രൈവിങ്ങിന് ഞാൻ പേടിച്ചാണ് വണ്ടി ഓടിച്ചത്. അത്രയ്ക്ക് ഭയാനകമായിട്ടാണ് അവിടെയുള്ള ആൾക്കാർ, ഓട്ടോക്കാരടക്കം. പക്ഷെ ഇവിടെ അത്രയും തിക്കില്ല, തിരക്കില്ല, എന്ത് സമാധാനം. ഇവിടെ കുറച്ച് വീടുകളുണ്ട് കൂട്ടം കൂടി. എന്ത് മനോഹരം നോക്കി ഈ ഒരു തേയിലത്തോട്ടത്തിനും ആ മലകൾക്കും ഇടയിൽ ഇത്രയും ഒരു കുഞ്ഞ് ഗ്രാമം പോലെ ആ ഒരു വീടുകൾ കാണാനായിട്ട് എന്ത് രസമാണ് നോക്കി. എത്ര നേരം ഞാൻ ഇവിടെ ചെലവഴിച്ചെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അത്രയ്ക്ക് മനോഹരമായിരുന്നു. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല രീതിയിലുള്ള തണുപ്പുണ്ട്. അവർ കാണിച്ചു നോക്കി, ചെറിയൊരു മഴക്കോള് പോലൊക്കെ തോന്നും, പക്ഷെ മഴ പെയ്തില്ല. പക്ഷെ കോട ഇറങ്ങിയിട്ടുണ്ട്, അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കോടയൊക്കെ. ഇപ്പം നിങ്ങൾ ഈ ഒരു വീടിൻ്റെ ഭംഗി നോക്ക്, എന്തോരം മനോഹരമാണ് നോക്കി. അടുക്കിന് ഒരേ വലിപ്പത്തിലും ലെവലിലും ഒക്കെ ഇങ്ങനെ വീടുകൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നത് കാണാം. അവിടെ താമസിക്കുന്ന ആൾക്കാർ ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ തണുപ്പും ആ ഒരു തേയിലത്തോട്ടവും ആ ഒരു കോടമഞ്ഞും ഒക്കെ കണ്ട് രാവിലെ എണീക്കുന്ന അവരുടെ ഒരു മനസ്സിൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ എന്തോരം കൊതിച്ചെന്നറിയോ എൻ്റെ വീട് ഇവിടെ ആയിരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട്. ഭയങ്കരമായിട്ട് കൊതി തോന്നി എൻ്റെ വീട് ഇവിടെ ആയിരുന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അത്രയ്ക്ക് മനോഹരമായിരുന്നു ആ ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് സമയം ഞാൻ അവിടെ ഇരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു. ഇരിക്കാന്ന് വെച്ചാൽ നമുക്ക് ഇരിക്കാൻ വേണ്ടി സ്ഥലം ഉണ്ടാക്കി വെച്ചേക്കല്ല, എന്നാലും നമ്മളവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്നു. കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. നല്ല രീതിയിൽ മഴക്കോള് വരുന്നുണ്ട്, പക്ഷെ മഴ പെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചു മഴ പെയ്യും എന്നുള്ളത്. പിന്നെ ഞാൻ കുറേ ദൂരം മുന്നോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ആ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ മൂന്നാറിൽ കൂടെ പോയപ്പോഴും നമ്മൾ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ കൂടെയാണ് പോയത്. പക്ഷെ അതിനേക്കാളും 100 ഇരട്ടി സന്തോഷം തോന്നിയ ഒരു വഴിയാണ് എനിക്കിത്. അത്രയ്ക്ക് മനോഹരമായിട്ടായി ഞാൻ ഈ വഴി കൂടെ യാത്ര ചെയ്തത്. ഞാൻ ഇങ്ങനെ നിർത്താതെ ഇങ്ങനെ ഈ ഒരു സ്ഥലത്തിനെ പറ്റി ഇത്രയും വർണ്ണിച്ച് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ മനസ്സിൽ എത്രത്തോളം മേഘമല എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം ഇഴകി ചേർന്നിട്ടുണ്ട് എന്ന്. പറയുന്ന പോലെ ഒന്നുമല്ല ഈ വഴി, ഇത് പോയിട്ടില്ല, അത് ഈ ഒരു സ്ഥലത്ത് പോയിട്ടില്ലാത്തവർ പോയേ പറ്റത്തുള്ളൂ. പോയി ആരും അനുഭവിച്ചറിയണം, എന്നാലേ പറ്റത്തുള്ളൂ. ഞാൻ 1 ഡേ ട്രിപ്പാണ് കേട്ടോ പോയത്. രാവിലെ മീൻസ് വെളുപ്പിലെ പോയിട്ട് രാത്രി ഒരു സന്ധ്യ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിൽ വന്നത്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നാണ് ഞാൻ മേഘമലയിലേക്ക് പോയത്. അപ്പം വെളുപ്പിലെ പോയിട്ട് രാത്രിയായപ്പോൾ വീട്ടിൽ വന്ന് കയറി ആ സ്ഥലങ്ങളെല്ലാം ഒറ്റയടിക്ക് കണ്ട് ആസ്വദിച്ച് സ്റ്റേ ചെയ്യാനാണെങ്കിൽ അത് വേറെ വൈബായിരിക്കും. ഞാൻ സ്റ്റേ ചെയ്തില്ല, 1 ഡേ ട്രിപ്പായിരുന്നു എൻ്റെ മനസ്സിലെ പ്ലാന്. അതുകൊണ്ട് ഞാൻ അന്ന് തന്നെ തിരിച്ചു വന്നു. പക്ഷേ ഒരു വട്ടം കൂടെ ഞാൻ പോവും, 1-2 ദിവസം അവിടെ സ്റ്റേ ചെയ്യുന്ന രീതിയിൽ ഒരു ദിവസം കൂടെ പോവും. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വഴിയും ആ ഒരു സ്ഥലവും ഒക്കെയാണ് മേഘമല. ഇതുവരെ ഞാൻ പോയിട്ടുള്ളതിൽ ഏറ്റവും സമാധാനപ്രിയമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു വനമേഖല അല്ലെങ്കിൽ ഒരു ഗ്രാമപ്രദേശം എല്ലാം, അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സ്ഥലം. വേറെ ലെവലായിരുന്നു ആ ഒരു സ്ഥലത്തെ കാഴ്ചകൾ എന്ന് പറയാനായിട്ട്.
കണ്ടില്ല കോടകൾ മുന്നിലുള്ള ഒരു വക എനിക്ക് കാണാൻ വയ്യ, അത്രയ്ക്ക് അത് മനോഹരം. വലത് സൈഡിലാണെങ്കിൽ തടാകം പോലെ വെള്ളമാണ്, ഇടത് സൈഡിലാണെങ്കിൽ തേയിലത്തോട്ടം, റോഡിൽ മൊത്തം കോട, അതിഭയങ്കരമായ തണുപ്പ്. ഈ പച്ചപ്പ് നിറഞ്ഞ ഈ ഒരു വഴിയുടെ നടുക്കൂടുള്ള ഈ ഒരു കുഞ്ഞ് റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ എൻ്റെ പൊന്നെ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷവും മനസ്സുഖവും ഭയങ്കര. മനസ്സൊക്കെ ആണെങ്കിൽ തുള്ളിച്ചാടുകയാണ് ഇങ്ങനൊരു വഴി കൂടെ വണ്ടി ഓടിക്കുക. സാധാരണ ഈ ശ്രീനഗറൊക്കെ ഇല്ലേ, ലഡാക്കിനടുത്തുള്ള കാശ്മീരിലൊക്കെയുള്ള ശ്രീനഗർ, അയാണ്ട് അവിടെയൊക്കെ പോകുന്നൊരു ഫീലാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. മൂന്നാറിലൊന്നും ഇത്രയും വൈബൊന്നും ഇല്ല. 100-ൽ 150% ഞാൻ ഉറപ്പ് പറയും, മൂന്നാറിൽ നമുക്ക് ഇത്രയും വൈബ് കിട്ടത്തില്ല. മൂന്നാറിലാണെങ്കിൽ ആനയും പുലിയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇത്രയുള്ള വൈബ് കിട്ടത്തില്ല. അവിടെ തേയിലത്തോട്ടങ്ങളും കുറേ റെസ്റ്റോറൻറ്റുകളും കുറേ ഷോപ്സും മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടുന്നത് അതിഭയങ്കരമായ വൈബാണ്. കാരണം ആന, മൃഗങ്ങളിറങ്ങുമെന്നുള്ള ചെറിയൊരു ഉൾഭയം, തടാകം, തേയിലത്തോട്ടം, മല, മഴ, കോടമഞ്ഞ്, ഹെയർപിൻ വളവുകൾ, ആ റോഡ് സമാധാനം, തിരക്കില്ല, തിക്കില്ല, എന്ത് മനോഹരമെന്നറിയോ. ആ ഫ്രണ്ടിലുള്ള കോടയെ നോക്കുക, ആകാശം ഏത് റോഡ് ഏതെന്ന് തിരിച്ചറിയാൻ കഴിയാനാവാത്ത വിധത്തിൽ കോടകൾ കട്ടയ്ക്ക് ഇറങ്ങി നിൽക്കുകയാണ്. എന്ത് മനോഹരമാണെന്നറിയോ. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഏകദേശം ഒരു 2 മാസം മുന്നേ വരെ മേഘമലയിൽ നമുക്ക് വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, വരാട്ടുമേട് എന്ന് പറയുന്നൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടേക്ക് എത്തണമെങ്കിൽ ബൊലേറോ, ജീപ്പ് പോലുള്ള വണ്ടികൾ ഓഫ് റോഡ് സർവീസ് നടത്തും 2000-2500 രൂപയ്ക്ക്. ആ ഓഫ് റോഡ് കയറി പോകുന്ന റോഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ ഈ വണ്ടി ഓടിച്ച് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ വിശ്വസിക്കണം. കാരണം 2 മാസം മുന്നേ ആ റോഡ് ടാറിട്ട് നമുക്കിപ്പോൾ നേരെ വ്യൂ പോയിന്റ് അടുത്ത് വരെ സ്വന്തം വണ്ടിയിൽ സുഖകരമായിട്ട് കയറി പോകാൻ പറ്റും എന്നുള്ള ഒരു പുരോഗതി അവിടെ വന്നിട്ടുണ്ട്. അത് അത്യാവശ്യമായിരുന്നു, അല്ലെങ്കിലും അത്യാവശ്യമാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം മുന്നേ ഉള്ള ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ വണ്ടിയിൽ, നമ്മുടെ വണ്ടിയിൽ കയറി പോകാൻ പറ്റായികയൊന്നും ഇല്ല. വലിയ ഓഫ് റോഡൊന്നും അല്ലായിരുന്നു. കാരണം 2500-2000 രൂപയ്ക്ക് അവിടെയുള്ള ജീപ്പുകാരൊക്കെ ആണെങ്കിൽ നമ്മളെ പറ്റിക്കുമായിരുന്നു. പക്ഷേ അതൊരു രസമായിരുന്നു, ഒരു അഡ്വഞ്ചർ ആയിരുന്നു. അതില്ലാതായി, എന്നാലും വേണ്ടിയില്ല. സുഖകരമായിട്ട് നമുക്ക് ആ വ്യൂ പോയിന്റിൻ്റെ അടുത്ത് വരെ നമുക്ക് സുഖകരമായ ഒരൊറ്റ കട്ടറില്ല കേട്ടോ. മേഘമല ആ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട്ടിൽ കയറിയാൽ പിന്നെ കട്ടർ കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും മേഘമല ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ റോഡിൽ കട്ടറില്ല എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് വളരെ സമാധാനത്തിൽ സന്തോഷത്തോടെ നമുക്ക് വണ്ടി ഓടിച്ച് ഈ ഒരു തേയിലത്തോട്ടങ്ങളും കോടമഞ്ഞും തണുപ്പും മഴയും മലയും തടാകവും എല്ലാം കണ്ട് പറ്റുമെങ്കിൽ ഏതെങ്കിലും ആ മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കണ്ട് ആസ്വദിച്ച് വണ്ടി ഓടിച്ച് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ റോഡാണ് കറക്റ്റായിട്ട് പറഞ്ഞാൽ, ഈ റോഡാണ് മുന്നേ ഉണ്ടായിരുന്ന ഓഫ് റോഡ് എന്ന് പറയുന്നത്. ഈ റോഡിൽ കൂടെ, നേരത്തെ കണ്ട റോഡല്ല, ഈ റോഡ് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഈ റോഡിൽ കൂടെയാണ് മുന്നേ ബൊലേറോ പോലുള്ള വാഹനങ്ങൾ ഓഫ് റോഡ് സർവീസ് ആണെന്നും പറഞ്ഞ് വണ്ടി ഓടിച്ചുകൊണ്ട് പോയത്. ഈ റോഡ് ചെന്ന് അവസാനിക്കുകയാണ്, മുന്നോട്ട് വഴിയിൽ. ഈ റോഡ് പോയി ചേരുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്കാണ്. അങ്ങോട്ട് നമുക്ക് വണ്ടി അലൗഡല്ല. ആ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് മുന്നെയാണ് നമ്മുടെ ആ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ആ കോട ഇറങ്ങി വരുന്ന വരവ് നിങ്ങളൊന്ന് നോക്കി, എന്ത് മനോഹരമോ നോക്കി. നിങ്ങൾ വിചാരിക്കും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്ന്. അത് ഈ ക്യാമറയിലായിട്ടാണ്, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഞാൻ വഴി അറിയാൻ വയ്യാത്തതുകൊണ്ട് ഇനി ഒരുപാടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് വരുന്ന വഴിയിൽ 2 പയ്യന്മാരെടുത്ത് ചോദിക്കുന്നതാണ് ഇനി ഒരുപാടുണ്ടോ. അപ്പോൾ ഒരു 5-6 കിലോമീറ്ററും കൂടി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ 5-6 കിലോമീറ്റർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ വ്യൂ പോയിന്റ് ആവും. നമ്മൾ ആ വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ശരിക്കും മേഘമല ഇതാണ്. മേഘമലയുടെ സൗന്ദര്യം, പ്രകൃതി സൗന്ദര്യം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇതൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഇത്രയും ദൂരം പോയത്. അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. വണ്ടി കണ്ടില്ല, അവിടെ പാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല, വേറൊരു ബൈക്കും കൂടിയേ ഉള്ളൂ, പിന്നെ എൻ്റെ ബൈക്കും. ഈ ഒരു 360 ഡിഗ്രിയിൽ നിങ്ങൾ നോക്കി ആ ഒരു കോടയും ആ ഒരു റോഡും ആ ഒരു തേയിലത്തോട്ടം, ഈ വഴി കൂടെയാണ് നമ്മൾ മുകളിലോട്ട് പോകുന്നത്, വ്യൂ പോയിന്റിലോട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് നടക്കുകയൊന്നും വേണ്ട കേട്ടോ. വളരെ ഒരു 100-150 മീറ്റർ നടന്നു കഴിഞ്ഞാൽ വ്യൂ പോയിന്റ് ആയി. കാരണം നമ്മൾ വണ്ടി ഓടിച്ച് മുകളിലാണ് ഓൾറെഡി എത്തിയിരിക്കുന്നത്. അത്ര ഹെയർ പിന്നുകൾ കയറി വന്നിരിക്കുന്നതല്ലേ. ഇവിടെ നമ്മളൊരു 20 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. അയാൾ അവിടെ ഇരിക്കുന്നതാണ് ടിക്കറ്റ് കൗണ്ടറിൽ. ഒരു ഫോറസ്റ്റുകാരൻ ഇരിപ്പുണ്ട്, തണുത്ത് വിറച്ച് കമ്പിളിയൊക്കെ പറിച്ചുകൊണ്ട്. കഷ്ടം തോന്നും.
നമുക്ക് അറിയാൻ പറ്റും ആ ഒരു തണുപ്പ്. അപ്പോൾ അവിടെ സ്ഥിരമായിട്ടിരിക്കുന്ന ആളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഒരു വഴി കണ്ടില്ലേ, ഇതിലേക്കൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. ഈ ഒരു മഞ്ഞത്ത് ഈ ഒരു കോട മഞ്ഞത്ത് ഈ ഒരു വഴി കൂടെ നടന്നു പോകുന്ന ആ ഒരു ഫീല് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു സ്ഥലത്തോടെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു ഫീലൊന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെ ഉണ്ടായിരിക്കും. അറിയത്തില്ലേ. ഞാൻ ശരിക്കും ആസ്വദിച്ചു, വളരെ നന്നായിട്ട് ആസ്വദിച്ചു. നമ്മുടെ വ്യൂ പോയിന്റിലോട്ട് എത്തിയിട്ടുണ്ടോ? പക്ഷെ വ്യൂ പോയിന്റ് എത്തിയിട്ട് കാര്യമൊന്നുമില്ല, നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അമ്മാതിരി കോടയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുമളി അടക്കമുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റും എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ആ ഒരു കോടമഞ്ഞ് കാരണം ചുറ്റുമുള്ളത് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ പിന്നിൽ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ ചെയറൊക്കെ ഒരുക്കി ഇട്ടിരിപ്പുണ്ട്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും. ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ആലിൻ്റെ ചുവട്ടിലൊക്കെ ഇരുന്ന് കഴിഞ്ഞ് ഫ്രഷ് എയർ ശ്വസിച്ച് നമുക്ക് ഒരുപാട് ചിന്തകളൊക്കെ വരുമെന്നൊക്കെ പറയത്തില്ലേ. അതിനേക്കാളും 100 ഇരട്ടി സമാധാനവും ഫ്രഷ് എയറും ഒക്കെ നമുക്ക് ഇവിടെ ഇരുന്നാൽ നമുക്ക് ശ്വസിക്കാൻ പറ്റും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇവിടെ ഇരുന്നാൽ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത്രയ്ക്ക് തിക്കും തിരക്കും ഇല്ലാത്ത പ്രകൃതിയോട് ഇണങ്ങിയിരിക്കാൻ പറ്റി ഇതിലും വലിയൊരു സ്ഥലം വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇത്രയും നാൾ ഞാൻ യാത്ര ചെയ്തിട്ടുള്ളതിൽ വേറെ എവിടെയും എനിക്ക് ഇത്രയും ശാന്തസുന്ദരമായിട്ടുള്ള, ഇത്രയും വൈബുള്ള, ഇത്രയും മനോഹരമായിട്ടുള്ള, ഇത്ര അഡ്വഞ്ചർ എന്ന് വെച്ചാൽ ഒരുപാട് അഡ്വഞ്ചറൊന്നും ഇല്ല. ഹെയർ പിന്നുകൾ അത്യാവശ്യം അഡ്വഞ്ചറാണ്. പിന്നെ മൃഗങ്ങളുമായിട്ട് കാണാൻ പറ്റിയ ഫ്രണ്ട് വരുമോ എന്നുള്ളൊരു പേടി അഡ്വഞ്ചറായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കുറച്ച് അതൊക്കെ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലം വേറെ ഇല്ല. ഇവരെ കണ്ടില്ല, ഇവർ നേരത്തെ നമ്മൾ പാസ് ചെയ്ത് പോയതാണ്, നമ്മൾ ചെറുതായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മേഘമലയിൽ നിന്ന് തിരിച്ച് റിട്ടേൺ ഇറങ്ങിയാണ്. ഇനി വന്ന വഴി കൂടെ തന്നെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വരികയാണ്. ഉച്ചയ്ക്ക് ഒരു 2 മണി 3 മണി ആയപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് റിട്ടേൺ ഇറങ്ങുന്നത്. തേയിലത്തോട്ടങ്ങളൊക്കെ നടുക്കുള്ളൊരു വരിപ്പാതയിലൂടെയാണ് നമ്മൾ ഇറങ്ങി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്കിനി വീണ്ടും കാണാം. എൻ്റെ ചാനൽ സബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ സബ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.